അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ഭാഗത്ത് എന്താ, ഈ താഴെ വന്നിട്ടുള്ള ഓപ്ഷൻസിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുകളാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ ID നമ്പറും പാസ്വേഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്ത് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത്. അപ്പൊ ID നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുന്ന സ്ഥലത്ത് പല ആളുകൾക്കും അറിയാം ഇത്. ലോഗിൻ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ, അത് ഞാൻ കാണിച്ചു തരുന്നില്ല. ഇപ്പൊ സൈൻ ഇൻ ചെയ്തു, യൂസർ ID പാസ്വേഡും കൊടുത്തു, അവിടെ പാസ്വേഡ് യൂസർ ID അടിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് വരും. ഏത് ഓപ്ഷൻസ്? പേഴ്സണൽ ഇൻഫോ, യുവർ പർച്ചേസ് വോളിയം, അങ്ങനെയുള്ള ഓപ്ഷൻസ് വരും. അപ്പൊ ഇതിലത്തെ ചില ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം, നമുക്ക് വിശദീകരിച്ച് നോക്കാം. ഓക്കെ. അപ്പൊ അതിലത്തെ ആദ്യത്തെ ഓപ്ഷനാണ് എന്ത്? പേഴ്സണൽ ഇൻഫോ. പേഴ്സണൽ ഇൻഫോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോഴാണ് നമ്മുടെ മൊത്തം ഡീറ്റെയിൽസ് കിട്ടുക. സ്പോൺസർ, പ്രൊപ്പോസർ, നമ്മുടെ അഡ്രസ്സുകൾ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഏതാണെന്ന് അറിയാൻ പറ്റും, മെയിൽ ID ഏതാണെന്ന് അറിയാൻ പറ്റും. പല ആൾക്കാർക്കും കൺഫ്യൂഷൻ, ഞാൻ കൊടുത്ത ഫോൺ നമ്പർ ഏതാണാവോ, അറിയാൻ വല്ല വഴിയുണ്ടാ എന്നൊക്കെ ചിലരും ചിന്തിക്കാറുണ്ടല്ലേ. ഈ പേഴ്സണൽ ഇൻഫോ എടുക്കേണ്ടതൊക്കെ നിങ്ങൾ എന്തൊക്കെ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അവിടെ കൊടുക്കണ്ടോ. നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണ്ടാവും, പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ പാൻ കാർഡ് ആഡ് ചെയ്തുകൊണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നപ്പോ എങ്ങനെയാ? ഇവിടെ പാൻ കാർഡിന്റെ നമ്പർ കാണിക്കണില്ലെങ്കിൽ ഞാൻ പാൻ കാർഡ് കൊടുത്തിട്ടില്ല, മനസ്സിലായോ? അപ്പൊ പാൻ കാർഡ് ഞാൻ കൊടുത്തില്ലെങ്കിൽ പാൻ കാർഡ് നമ്മൾ ആഡ് ചെയ്യണം അവിടെ. ആ നമ്പറോടെ കാണിക്കില്ലെങ്കിൽ നമ്മളവിടെ പാൻ കാർഡ് ആഡ് ചെയ്യണം. അപ്പൊ അതെങ്ങനെ ആഡ് ചെയ്യണം? നേരത്തെ കാണിച്ച ഫില്ല് യുവർ പാൻ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ പോയിട്ട് വേണം അത് ആഡ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമുക്ക് ഫെഡറൽ ബാങ്ക് നമ്മളിങ്ങനെ നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് കാണിക്കണ്ടല്ലോ. ചില ആളുകളുടെ കയ്യിൽ എന്തെങ്കിലും മിസ്മാച്ച്, ഇപ്പൊ കമ്പനി അക്കൗണ്ട് ഡീറ്റെയിൽസുമായിട്ട് എന്തെങ്കിലും ഒരു മിസ്മാച്ച് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയും. അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇവിടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ കമ്മീഷൻ വരില്ല. കാരണം അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഇല്ലാണ്ട് പിന്നെ എങ്ങനെ കമ്മീഷൻ അയക്കുക അല്ലേ? അപ്പൊ കമ്മീഷൻ നമ്മൾ കിട്ടണമെങ്കിൽ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ ഇല്ലാണ്ടായാൽ പിന്നെ കിട്ടില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് വരാം. ചിലപ്പോൾ നമ്മൾ കൊടുത്ത ഇപ്പോ ആധാർ കാർഡിൽ എൻ്റെ പേര് ആധാർ കാർഡിൽ സുരാഗ് PS ആണ്. പക്ഷെ ബാങ്ക് പാസ്ബുക്ക് ഞാൻ നോക്കുമ്പോൾ ബാങ്ക് പാസ്ബുക്കിൽ PS ഇല്ല, സുരാഗ് മാത്രമേ ഉള്ളൂ. ഇനീഷ്യലി ഇല്ല, സുരാഗ് എന്ന് മാത്രമേ ബാങ്ക് പാസ്ബുക്കിലുള്ളൂ. ഓട്ടോമാറ്റിക്കലി കമ്പനി നോക്കുമ്പോൾ മിസ്മാച്ച് അല്ലേ? PS ഇല്ലല്ലോ ഇനീഷ്യലി, എൻ്റെ വാലില്ല, വാല് പാസ്ബുക്കിൽ കാണാനില്ല. അപ്പൊ കമ്പനി മിസ്മാച്ച് ആയിട്ട് കാണുമ്പോൾ ഇത് കമ്പ്യൂട്ടർ ആണല്ലോ എല്ലാം ചെയ്യണേ. അപ്പൊ എന്തുകൊണ്ടാവും? കമ്പ്യൂട്ടർ അത് മിസ്മാച്ച് എന്ന് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെയാണ് ഈ പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് പലപ്പോഴും ഡിലീറ്റ് ആയി പോണേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിങ്ങനെ ഡിലീറ്റ് ആയി പോയാൽ ഇത് എന്ത് പരിപാടി ചെയ്തതെന്ന് നിങ്ങൾ ആലോചിക്കണ്ട. നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൂഫിൽ, ഇനിയിപ്പോ പ്രൂഫിന് ക്ലാരിറ്റി ഇല്ലാന്ന് വിചാരിക്കും, നമ്മൾ കൊടുത്ത പാസ്ബുക്കിന്റെ പ്രൂഫിന് ക്ലാരിറ്റി ഇല്ല, അപ്പോഴും ഈ സംഭവം ഉണ്ടാവാം. കാരണം കമ്പ്യൂട്ടർ വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആവണില്ല, സംഭവം ക്ലിയർ ആവണില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ചെയ്ത് കളയും. അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞത് ഒരാൾ കളയണതല്ല, അത് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് കമ്പ്യൂട്ടർ മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ഒരാളല്ലല്ലോ. അതിന് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാം എന്താണോ ആ പ്രോഗ്രാം വെച്ചിട്ട് അത് അങ്ങോട്ട് പ്രവർത്തിക്കും, അതാണ് ഡിലീറ്റ് ചെയ്ത് കളയുക. അതിന്റെ സ്വഭാവം അതാണ്. അപ്പൊ അതങ്ങനെ ചെയ്യും. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കമ്പ്യൂട്ടറാണ് വർക്ക് ചെയ്യണേ, റോബോട്ടാണ്, മനുഷ്യനെ പോലെ ചിന്തിക്കില്ല. ഓക്കെ. അപ്പൊ പേഴ്സണൽ ഇൻഫോ നമ്മളുടെ ടീമിൽ ഒരാൾ വിളിച്ചിട്ട് പറയാണ്, സാറേ എനിക്ക് കമ്മീഷൻ വന്നില്ല, എന്താണാവോ കമ്മീഷൻ ഈ മാസം വരേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ പറയണ സമയത്ത് അതെന്താ വരാണ്ടിരുന്നേ? അങ്ങനെ വരില്ലല്ലോ. പിന്നെ TCനെ ചീത്ത വിളിക്കലായി, കമ്പനീനെ ചീത്ത വിളിക്കലായി, ലീഡർമാരെ ചീത്ത വിളിക്കലായി. അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ആദ്യം തന്നെ അവരുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അവരുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കി അവരുടെ മൊബൈലിൽ ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് അവരുടെ പാസ്വേഡ് തരാണെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഓപ്പൺ ആക്കുക. പേഴ്സണൽ ഇൻഫോ എടുക്കുക. ആദ്യം പോയി നോക്കുക ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ ഉണ്ടോന്ന്. അവിടെ അത് ഇല്ല എങ്കിൽ മാത്രം നമ്മുടെ ലീഡേഴ്സിനെ വിളിച്ചൊന്ന് അറിയിക്കുക, സാറേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഈ ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽസ് കാണാനില്ല, അപ്പൊ അതൊന്ന് ആഡ് ചെയ്യണം. അപ്പോ ഞാൻ അവരുടെ ഇത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ആഡ് ചെയ്തോ, ഫില്ല് യുവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിൽ പോയിട്ട് അവരുടെ പാസ്ബുക്ക് ഒക്കെ ആഡ് ചെയ്തു. കമ്പനി അടുത്ത തവണ കമ്മീഷൻ ഈ പ്രാവശ്യം തരാത്തതും കൂടി കൂട്ടിയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ആ അക്കൗണ്ടിലേക്കാണ് ഇട്ടെന്നുള്ളൂ. അല്ലാതെ ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ല. കമ്പനിക്ക് നമ്മുടെ ഒരു രൂപ പോലും ആവശ്യമില്ല. അപ്പൊ വെറുതെ നമ്മൾ അതിനെ ചീത്ത വിളിക്കാൻ നിൽക്കരുത്. അപ്പൊ ഈ പേഴ്സണൽ ഇൻഫോയിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും നോക്കണം അക്കൗണ്ട് ഡീറ്റെയിൽസിന്റെ കാര്യത്തിൽ ആരെങ്കിലും കമ്മീഷൻ കിട്ടിയില്ലാന്നോ എന്തെങ്കിലും, അല്ലെങ്കിൽ കമ്മീഷൻ വരാൻ ലേറ്റ് ആയെന്നോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആദ്യം പോയി നോക്കേണ്ടത് ഇവിടെയാണ്. പേഴ്സണൽ ഇൻഫോയിൽ പോയിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ ഉണ്ടോ, പാൻ കാർഡ് കൃത്യമായിട്ട് അവിടെ ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കാം. ദെൻ അടുത്തതാണ് യുവർ പർച്ചേസ് വഴി. എല്ലാവർക്കും അറിയാം, നമ്മൾ ടോട്ടൽ ബിസിനസ് നോക്കുന്ന ഒരു ഭാഗമാണ്.
ലാസ്റ്റ് മന്ത് പി വി ഡേറ്റ് വൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. ഇതിന്റെ ഒരു ഗുണം എന്താ അറിയോ? ഇതിന്റെ ഗുണം ഇപ്പൊ ഇന്നിപ്പോ എത്രാം തീയതിയാ? ഇന്ന് 15-ാം തീയതി അല്ലേ? ഇന്ന് 15-ാം തീയതി, ശരിയാ, 15-ാം തീയതി. അപ്പൊ ഇന്ന് 15-ാം തീയതി, ഇന്ന് 15-ാം തീയതി ആകുമ്പോൾ കഴിഞ്ഞ മാസം 15-ാം തീയതി, ഇപ്പൊ ലാസ്റ്റ് മന്ത് പി വി ഡേറ്റ് വൈസ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും? ഇതിപ്പോ സെപ്റ്റംബറിൽ കാണിക്കണം, കാരണം ഞാൻ ഒക്ടോബറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബറിൽ 15-ാം തീയതി നടന്ന ബിസിനസിന്റെ കാര്യങ്ങൾ എനിക്കറിയണം. എൻ്റെ ടീമിന്റെ ബിസിനസ് നടന്നത് എത്രത്തോളം എനിക്കറിയണം. 15-ാം തീയതി സെലക്ട് ചെയ്ത് കൊടുത്താൽ എൻ്റെ ടീമിൽ എ സൈഡ് ബി സൈഡ് ടോട്ടല് എത്ര വോളിയം 15-ാം തീയതി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വയ്ക്കാനും പറ്റും. ഈ മാസം അതിനെ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതലാണെങ്കിൽ യെസ്, അടിപൊളിയായിട്ട് ബിസിനസ് നടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ മാസത്തേക്കാൾ കുറവാണെങ്കിൽ എവിടെയോ ഒരു കുറവ് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അത് ഒന്നും കൂടി ഒന്ന് നമുക്ക് നോക്കാനും കുറച്ചുകൂടി ഒന്ന് സ്ട്രെസ്ഫുൾ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധ കൊടുത്ത് ആ വോളിയം കൂട്ടിക്കൊണ്ടുവരാനുള്ള കാര്യത്തിലേക്ക് നമുക്കൊരു എളുപ്പമാർഗമായിട്ട് മാറും അല്ലേ? അപ്പൊ അതാണ് നമുക്ക് യെസ്, അപ്പൊ അതൊരു ഓപ്ഷനായിട്ട് നമുക്ക് അവിടെ വരും. അപ്പൊ ഇതാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ലാസ്റ്റ് മന്ത് പി വി ഡേറ്റ് വൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ഡേറ്റിലും കഴിഞ്ഞ മാസത്തെ വോളിയം എത്രയാണെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. അത് വെച്ച് ചെക്ക് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ വോളിയത്തിനെ വെച്ച് അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഡാറ്റ അനലൈസ് എന്ന് പറയില്ലേ, ഡാറ്റ അനലൈസ് ചെയ്യുന്നത് ബിസിനസ് വൈസ് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡാറ്റ അനലൈസ് വഴി നിങ്ങൾക്ക് ബിസിനസ് കൂട്ടാനുള്ള കാര്യങ്ങളും അതിന്റെ പോക്ക് എങ്ങനെയാണ്, അതിന്റെ ദ്രുതഗതിയിൽ ആണോ യാത്ര എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ഓപ്ഷനാണത്. ഓക്കെ, ദെൻ ഇതിൽ അടുത്ത സംഭവമാണ് മന്ത്ലി സ്റ്റേറ്റ്മെന്റ്. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് അല്ല, ലെഡ്ജർ വ്യൂ. പല ആളുകളും ലെഡ്ജർ വ്യൂ നോക്കാറുണ്ട്. ലെഡ്ജർ വ്യൂ, ഇപ്പൊ ലെഡ്ജർ വ്യൂ എന്തിട്ടാണാവോ, ഇത് എങ്ങനെയാണോ നോക്കണേന്ന് അറിയില്ല പലർക്കും. ലെഡ്ജർ വ്യൂ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഏത് ലെഡ്ജർ വ്യൂ എന്നുള്ള ഓപ്ഷൻ എടുത്താൽ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിലിപ്പോ ക്രെഡിറ്റ് ഉണ്ട്, ഡെബിറ്റ് ഉണ്ട്, ബാലൻസ് ഉണ്ട്. ഇതിപ്പോ എന്തിട്ടാണോ, ഇതിപ്പോ എങ്ങനെയാണോ ഇത് അക്കൗണ്ടിൽ വന്നൊന്നും അറിയാൻ പറ്റാ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അത് മനസ്സിലാക്കാനുള്ള ഒറ്റ വഴിയുള്ളൂ. നമുക്ക് സെപ്റ്റംബറിലാണ് 9-ാം മാസമാണ് കമ്മീഷൻ തരേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന്റെ തലേ മാസത്തെ ഡേറ്റ് വെച്ചിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. അതാണ് തലേമാസ ഡേറ്റ്. 8-ാം മാസത്തെ ഡേറ്റ് വെച്ചിട്ട് ബാലൻസും ക്രെഡിറ്റ് എമൗണ്ടും സെയിമാ, ശരിയല്ലേ? അത് കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് അടുത്തൊരു ലെഡ്ജറിൽ അടുത്തൊരു ലിസ്റ്റ് ഇട്ടു. അതെന്താ ലിസ്റ്റ്? 5% ഡിസ്കൗണ്ട്. എന്ത് ഈ 5% ഡിസ്കൗണ്ട് പോയി? ഡിസ്കൗണ്ട് അല്ല, 5% കട്ടായത് എന്നിട്ടാ? 5% കട്ടായത് ടി ഡി എസ് ആണ് കട്ടായത്. അപ്പൊ ടി ഡി എസ് കട്ടായത് എങ്ങനെയാണ്? 5% പോകാൻ കാരണം പാൻ കാർഡ് കൊടുത്തോണ്ടാ. പാൻ കാർഡ് കൊടുത്തില്ലെങ്കിലോ അവിടെ 20% പോയാനെ. അപ്പൊ ഇതാണ് പാൻ കാർഡ് കൊടുത്താൽ ഗുണം. പാൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ 5% പോവുള്ളൂ. നമ്മുടെ വരുമാനത്തിൽ 5% കട്ടാവും. അപ്പൊ 5% ടി ഡി എസ് കട്ടായി, 2275 രൂപ കട്ടായി. അതാണ് ഡെബിറ്റ് എമൗണ്ട് 2275. ബാക്കി ബാലൻസ് എത്രയുണ്ട്? 43,220 രൂപ ബാലൻസ് ഉണ്ട്. ഇതിന്റെ ടീമിൽ ഒരാളുടെ ഒരു റോയൽ ടച്ചിന്റെ സ്ക്രീൻഷോട്ടാണ്. 43,220 ബാലൻസ് ഉണ്ട്. ഈ ബാലൻസ് എമൗണ്ട് എപ്പോഴാണ് അക്കൗണ്ടിലേക്ക് വരാം? 5-ാം തീയതി, 9-ാം മാസം 5-ാം തീയതി അത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി. പക്ഷെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയാൽ അത് അക്കൗണ്ടിൽ വന്നോ ഇല്ലയോ എന്ന് മനസ്സിലാവണ്ടേ? വന്നോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ട്രാൻസ്ഫർ ആവുമ്പോൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ നോക്കൂ. ഡെബിറ്റ് എമൗണ്ട് 43,220. എന്നിട്ട് ആ ഡെബിറ്റ് എമൗണ്ട് എഴുതിയാണ് മുകളിൽ ഒരു നീല കളറിൽ ഒരു വലിയൊരു ലൈൻ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ലൈനിൽ എന്തൊക്കെയുള്ള അവരുടെ IFSC കോഡ് ഉണ്ട്. ആ അസോസിയേറ്റ് ബയറിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ IFSC നമ്പർ ഉണ്ട്. അതിന്റെ അപ്പുറത്ത് ആ അസോസിയേറ്റ് ബയറിന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് നിന്നിട്ടാ CL എന്ന് പറഞ്ഞാ ക്ലിയറൻസ് റിപ്പോർട്ടാണ്. കമ്പനിയിൽ നിന്ന് സാധനം ക്ലിയർ ഔട്ട് ആയി, അപ്പൊ ഇത് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി. അതാണ് അതിന്റെ അർത്ഥം. ക്ലിയറൻസ്, അതാണ് CL എന്ന് പറയുമ്പോൾ. ക്ലിയറൻസ് ചെയ്തു 28/9/2024 ഇത് ക്ലിയറൻസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ CL ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് അവിടെ അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പൊ CL എന്ന് പറയുന്നത് ആ CL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാക്കറ്റിൽ അങ്ങനെ CL എന്ന് കാണിക്കണം. പിന്നെ IFSC കോഡിന്റെ ഫ്രണ്ടില് ബ്രാക്കറ്റിൽ C എന്ന് പറഞ്ഞിട്ട് കണ്ട, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയെന്ന് ഉറപ്പാക്കാൻ പറ്റുക.
അപ്പൊ ഇത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പൊ അത് എന്തായാലും വരും നമ്മുടെ ബാങ്ക് പാസ്. പിന്നെ ചിലപ്പോൾ 5-ാം തീയതി ട്രാൻസ്ഫർ ആയി, പക്ഷെ അത് ചിലപ്പോ ചില അക്കൗണ്ടിൽ 6-ാം തീയതി അല്ലെങ്കിൽ ചില അക്കൗണ്ടിൽ 7-ാം തീയതി കഴിഞ്ഞ് കയറാം. കാരണം എന്താ, അത് നമ്മളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ ബാങ്കിൽ ഇത് ക്ലിയർ ആക്കണ്ടേ, ബാങ്കിൽ അത് സെറ്റ് ആക്കണ്ടേ. ചിലപ്പോൾ നമ്മുടെ ബാങ്കിലത്തെ സൈറ്റ്, ഇപ്പൊ നമ്മുടെ ബാങ്ക്, ഇപ്പൊ എന്റെ ബാങ്ക് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കാ. എന്റെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സെർവർ മെയിൻ്റനൻസ് ആണെന്ന് വിചാരിക്കും. എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഫണ്ട് വന്നാൽ അത് അവിടെ കയറാൻ ടൈം എടുക്കും, കാരണം എന്റെ സെർവർ മെയിൻ്റനൻസിലാ. അപ്പൊ അതിൻ്റെതായ ഭാഗമുണ്ടല്ലോ. അപ്പൊ കമ്പനിയെ മാത്രം കുറ്റം പറയരുത് എപ്പോഴും. ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇങ്ങനെ നോക്കാം. ഈ ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ടൊന്നും റിപ്പോർട്ട് ഉണ്ട്, അത് ഇവിടെ കയറിയിട്ടുണ്ടോ, എനിക്കത് മെസ്സേജ് ഒന്നും വന്നില്ല എന്നുള്ള കാര്യത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ പോയി അന്വേഷിക്കണം. ഇനി കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ ലീഡേഴ്സ് വഴി കമ്പനിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ ലെഡ്ജർ വ്യൂ നമ്മൾ ഇങ്ങനെയാണ് നോക്കണ്ടേ. അപ്പൊ നമ്മുടെ ടീമിൽ പലപ്പോഴും ടീമിലെ ആൾക്കാർ വിളിക്കാറുണ്ട്, എന്നൊക്കെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. കാരണം എനിക്ക് കമ്മീഷൻ വന്നില്ലല്ലോ, എന്റെ കമ്മീഷൻ ഈ മാസം വന്നില്ലല്ലോ എന്നുണ്ട്. പക്ഷെ എന്നാൽ ചിലപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഈ സൈറ്റിന്റെ അണ്ടർ മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് വരുന്ന എന്തെങ്കിലും ചെറിയൊരു എററുകളൊക്കെ ആയിരിക്കാം. അല്ലാതെ വേറെ കമ്പനി മനഃപൂർവ്വം വേണ്ടാന്ന് തരാതിരിക്കുന്നതല്ല. അപ്പൊ അങ്ങനെ വല്ല എററൊക്കെ ആണെങ്കിൽ അത് ആ എറർ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. ടെൻഷൻ അടിക്കാതിരിക്കുക, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അപ്പൊ ലെഡ്ജർ വ്യൂ നമ്മൾ ഇങ്ങനെ നോക്കി സമാധാനപ്പെടാം. കാരണം ലെഡ്ജർ വ്യൂവിൽ സാധനം ഉണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ദെൻ ഇനി അടുത്തതാണ്, പലരും ഓൺലൈൻ ഓർഡർ ഇടാറുണ്ട്. ഈ ഓൺലൈൻ ഓർഡർ ഇടുമ്പോൾ അതിൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ, ഈ ഓൺലൈൻ ഓർഡർ ഇടുന്നതിന് മുമ്പ് അതിനു മുമ്പുള്ള ഒരു ചെറിയൊരു കാര്യം പറയാം. ഇപ്പൊ ഇതില് ലെഡ്ജർ വ്യൂ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷനിൽ സെൽഫ് പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലെല്ലാവരും ഞാൻ പറയുന്നില്ല, സെൽഫ് പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സെൽഫ് പർച്ചേസ് എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടാം, നമ്മൾ സ്വന്തം ഐഡിയിൽ എത്ര പി യൂസ് ചെയ്തിട്ടുണ്ട്, ഓരോ പ്രൊഡക്റ്റ് വൈസും, ഗുഡ് ഡോട്ട്, തുളസി പെയിന്റ്, ന്യൂട്രി ചാർജ്, കീസോള്, അതർ പ്രൊഡക്ട്സുകൾ, ഇതൊക്കെ എത്ര എത്ര പി വി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്, ഓരോ ഈ മാസം ഞാൻ എത്ര ചെയ്തിട്ടുണ്ടെന്ന് എന്റെ നോക്കാൻ പറ്റും. അതുപോലെ ഞാൻ എന്റെ ടീമിന്റെ എനിക്ക് നോക്കണം, എന്റെ ടീമിന്റെ നോക്കണമെങ്കിലും അവരുടെ ID നമ്പറും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് അതിലും സെൽഫ് പർച്ചേസ് പോയി നോക്കിയാൽ ഓരോ ഗുഡ് ഡോട്ട്, ന്യൂട്രി ചാർജ്, പി വി എത്ര ചെയ്യുന്നുണ്ട്, ഗുഡ് ഡോട്ട് എത്ര ചെയ്യുന്നുണ്ട്, കീസോൾ എത്ര ചെയ്യുന്നുണ്ട്, തുളസി പെയിന്റ് എത്ര ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നോക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പൊ ആ സെൽഫ് പർച്ചേസിലാണ് ഈ ഓപ്ഷൻസ് ഒക്കെ ഉള്ളത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാം. പിന്നെന്താ, നമ്മൾ ഓൺലൈൻ ഓർഡർ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓൺലൈൻ ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എവിടെ നിങ്ങൾക്ക് കാണാം, മൈ ഓർഡർ എന്ന് പറയുന്ന സ്ഥലത്ത് ലോഗ് ബട്ടൺ തൊട്ട് മുകളിലുള്ള മൈ ഓർഡറിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത് നമുക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഞാൻ അത്രയധികം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ബാക്കിയൊക്കെ പലതും നോക്കണം എന്നൊക്കെയാണ്, മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എല്ലാവരും നോക്കാറുള്ള കാര്യമാണ്. അപ്പൊ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹോം ഡെലിവറി ഒരു എന്താ പറയാ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും ഇത് ചെയ്യാറില്ല. ഇനി പലരും ചെയ്യുമ്പോൾ ചില മണ്ടത്തരങ്ങൾ പറ്റും. ചില മണ്ടത്തരങ്ങൾ പറ്റുന്നത്, ചെക്കൗട്ട് എന്ന് കാണുമ്പോൾ നേരെ കയറിയാണ് ചെക്കൗട്ട് ചെയ്യും. ഇത് എവിടേക്കാ പോയെന്ന് നോക്കിയില്ല, ഓർഡർ എവിടേക്ക് പോയെന്ന് നോക്കൂല. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയണത്. അപ്പോ ഹോം ഡെലിവറി ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യണ്ടേ, പിൻകോഡ് സെറ്റ് ചെയ്യണം അല്ലേ. എനിക്ക് എവിടേക്കാണോ പ്രൊഡക്റ്റ് കിട്ടേണ്ടത് അവിടുത്തെ പിൻകോഡ് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് എൻ്റെ വീട്ടിലത്തെ പിൻകോഡ് അടിച്ചു കൊടുത്തിട്ട് എനിക്ക് ആമ്പല്ലൂർക്ക് പ്രൊഡക്റ്റ് കിട്ടോ? കിട്ടില്ല. കാരണം എൻ്റെ പിൻകോഡ് സെലക്ട് ചെയ്താൽ എൻ്റെ വീട്ടിലേക്ക് സാധനം വരാം. അപ്പോ പിൻകോഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്കപ്പോൾ ഈ പിൻകോഡ് വെച്ച് വേറൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിൻകോഡ് അടിച്ചു കൊടുത്താലുള്ള ഗുണം, നമ്മളുടെ പരിചയത്തില് മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരുണ്ട്. അവന് കട കുറച്ച് ദൂരാണ്. പക്ഷെ എനിക്ക് ആ കടയിൽ നിന്നും ഇവന്റെ വീട്ടിലേക്ക്, ബാംഗ്ലൂരുള്ള എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് ഹോം ഡെലിവറി ചെയ്യാൻ ആ കടക്കാരൻ ചെയ്യുമോ ഇല്ലയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടകള് ഹോം ഡെലിവറി ഈ ഏരിയയിലേക്ക് ഹോം ഡെലിവറി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ കണ്ടുപിടിക്കാനുള്ള വഴിയാണ്, ആ ബാംഗ്ലൂര് അവൻ താമസിക്കുന്ന, എൻ്റെ ഫ്രണ്ട് താമസിക്കുന്ന ബാംഗ്ലൂര് താമസിക്കുന്ന സ്ഥലത്തെ പിൻകോഡ് ഞാൻ വാങ്ങിക്കുക. ആ പിൻകോഡ് വാങ്ങിച്ചിട്ട് ഈ സ്ഥലത്ത് പോയിട്ട് ഡെലിവർ ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഞാൻ പിൻകോഡ് ചേഞ്ച് ചെയ്യുക, അവിടുത്തെ പിൻകോഡ് അടിച്ചു കൊടുക്കാം. ആ പിൻകോഡ് അടിച്ചു കൊടുത്തിട്ട് ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സെർച്ച് ചെയ്യേണ്ടത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എങ്ങനെ സെർച്ച് ചെയ്യുക, മുകളിൽ ഇവിടെ ആ പിൻകോഡ് അടിച്ചതിന്റെ താഴെ കണ്ട ഹെൽത്ത് കെയർ, ഫുഡ് ആൻഡ് ഗ്രോസറി, പേഴ്സണൽ കെയർ എന്നൊക്കെ വേണ്ടിട്ട് അതിന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും താഴെ
സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ലെൻസിന്റെ ചിഹ്നം ഉണ്ട്. ആ ലെൻസിന് ആ സെർച്ചിലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റിന്റെ പേരെടുക്കുന്നത് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോ ഇത് പ്രൊഡക്റ്റ് അവിടെ ഉണ്ട്, അവിടേക്ക് കിട്ടോ ഇല്ലയെന്ന് എങ്ങനെ അറിയാൻ പറ്റുക? ഫ്രണ്ടിന്റെ അവിടേക്ക് പ്രൊഡക്റ്റ് കിട്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുന്നത് നമ്മൾ ഈ പിൻകോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം, ഞാനിപ്പോ സോറി, ഫുഡ് ആൻഡ് ഗ്രോസറി ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫുഡ് ആൻഡ് ഗ്രോസറി നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പൊ അവിടെ വന്നിരിക്കുന്ന ചിഹ്നം അത് തെറ്റിപ്പോയതാണ്. ഇപ്പുറത്ത് ഫുഡ് ആൻഡ് ഗ്രോസറി, ആ റെഡ് റെക്ടാങ്കിൾ വന്നാൽ തൊട്ടപ്പുറത്തുള്ള ഫുഡ് ആൻഡ് ഗ്രോസറി സ്ഥലത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നിടത്ത് ഒരു ചിഹ്നം കണ്ട, അത് ഓണായി കിടക്കായിരിക്കും നിങ്ങളുടെ മൊബൈലിൽ. അത് ഓഫാക്കിയതാ. ഓണായി കിടന്നുള്ള കുഴപ്പം, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയുള്ള സാധനം നിങ്ങളെ കാണിക്കും. വെറുതെ നമ്മുടെ സമയം കളയണ്ട. അതുകൊണ്ട് ഓഫാക്കി ഇട്ടാൽ സ്റ്റോക്ക് ഉള്ളത് മാത്രമേ സൈറ്റിൽ കാണിക്കുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഓഫാക്കി ഇടാം. ഇപ്പൊ ഞാനത് ഓഫാക്കി ഇട്ടേക്കാം. സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണാം, അത് ഓഫാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് നോക്കി. അപ്പൊ നമ്മൾ പ്രോട്ടീസ് മറ്റു കാര്യങ്ങൾ, ഈ ഗുഡ് പ്രൊഡക്റ്റാണ് നമ്മൾ നോക്കി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് വേണം. അപ്പൊ ഇതിന് ഞാനിപ്പോ അവന് പ്രോട്ടീസ് വേണമെന്ന് പറഞ്ഞു, എന്റെ ഫ്രണ്ടിന് പ്രോട്ടീസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? പ്രോട്ടീസ് സെലക്ട് ചെയ്തു. അല്ലെ, പ്രോട്ടീസ് ഞാൻ സെലക്ട് ചെയ്തു. പ്രോട്ടീസ് സെലക്ട് ചെയ്തപ്പോ കണ്ട ഇൻ സ്റ്റോക്ക് എന്ന് കൊണ്ട് കാണിക്കണ്ട. പ്രോട്ടീസിന്റെ അവിടെ സ്റ്റോക്ക് ഉണ്ട്, സാധനം സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ ഈ സ്റ്റോക്ക് ഉള്ള സാധനം ഇവന് ഓർഡർ ഇടണം. അപ്പൊ ഇവന് ഇപ്പോ 2 ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 1 ആവശ്യമുണ്ട്. എന്ത് ചെയ്തു? എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ട്, അവിടെ ഈ മൈനസും പ്ലസും കാണിക്കുന്ന സ്ഥലത്ത് എത്ര ക്വാണ്ടിറ്റിയാണ് ആവശ്യം അത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് കൊടുക്കുന്നു? ഗോ ടു കാർട്ട്. ഗോ ടു കാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നു. ഈ ഗോ ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ അന്വേഷിക്കാണ്ട് ഈ സാധനം എവിടേക്ക് പോയേ, ഓർഡർ ഇട്ട് ഇത് ഗോ ടു കാർട്ട് കൊടുത്തത് എവിടേക്ക് പോയെന്ന് അറിയണ്ടേ? അത് എവിടേക്ക് പോയെന്ന് വെച്ചാൽ ഇവിടെയാണ് വരാ. മുകളില് ആ റെഡ് റെക്ടാങ്കിളിന്റെ ഉള്ളിൽ ഒരു ബാസ്കറ്റിന്റെ ചിഹ്നം കണ്ട, ആ ബാസ്കറ്റിലാണ് പോയി കിടക്കുക. ഗോ ടു കാർട്ട് എന്ന് പറഞ്ഞാൽ കാർട്ടിൽ പോയി കിടക്കുക. കാർട്ടിൽ പറഞ്ഞാൽ ആ ബാസ്കറ്റിന്റെ ഉള്ളിൽ പോയി കിടക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പലരും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ഇട്ട് ചെയ്യാനുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ഇവിടെയാണ് കിടക്കണ്ടാവുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ. ഇപ്പൊ ഞാൻ അവന് വേണ്ടി, എന്റെ ഫ്രണ്ടിന് വേണ്ടി, ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നുണ്ടോ. സത്യത്തിൽ എനിക്ക് ബാംഗ്ലൂർ ഫ്രണ്ടൊന്നും ഇല്ല. പക്ഷെ ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ടിന് ഷൂ വേണമെന്ന് പറഞ്ഞു, ഞാൻ ഷൂ സെലക്ട് ചെയ്തു. പ്രോട്ടീസ് വേണമെന്ന് പറഞ്ഞു, ഞാൻ പ്രോട്ടീസും സെലക്ട് ചെയ്തു. രണ്ടും സെലക്ട് ചെയ്ത് ഓർഡർ ഫിനിഷ് ചെയ്യാൻ നോക്കിയപ്പോ 2 ഓപ്ഷനാണ് കാണിക്കണേ. പലരും ചെക്കൗട്ട് കണ്ടു, നേരെ പിടിച്ച് ചെക്കൗട്ട് കൊടുത്തു. പക്ഷെ ചെക്കൗട്ടിന്റെ അപ്പുറത്തുള്ള വാല് വായിച്ചു നോക്കാറില്ല. ചെക്കൗട്ട് HO, ചെക്കൗട്ട് PUC, അത് വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കാണ്ട് ഓർഡർ കൊടുക്കരുത്. അങ്ങനെ വായിച്ചു നോക്കാണ്ട് ഓർഡർ കൊടുത്ത പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചെക്കൗട്ട് PUC എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ടടുത്തുള്ള ഷോപ്പിൽ ഞാൻ കൊടുത്തിരിക്കുന്ന പിൻകോഡ് വെച്ച് അതിന്റെ അവിടേക്ക് ഡെലിവറി ചെയ്യുന്ന തൊട്ടടുത്ത് വരുന്ന ഷോപ്പിലേക്കാണ് ഈ ഓർഡർ പോവുക. ചെക്കൗട്ട് PUC കൊടുക്കുമ്പോൾ ചെക്കൗട്ട് HO എന്നിട്ടാ, ചെക്കൗട്ട് HO എന്ന് പറഞ്ഞാൽ നേരെ ഹെഡ് ഓഫീസിലേക്കാ ഓർഡർ പോണേ. രാജസ്ഥാൻ RCM വേൾഡിന്റെ സെൻട്രൽ ഡിപ്പോയിലേക്കാണ് ഈ ഓർഡർ പോവുക. അപ്പൊ ഹെഡ് ഓഫീസിലേക്ക് ഓർഡർ പോവുക. അപ്പൊ പ്രൊഡക്റ്റ് കിട്ടാൻ കാലതാമസം ഉണ്ടാവൂലോ. രാജസ്ഥാനിൽ സാധനം വരണ്ടേ? സാധനം നമ്മൾ കൊടുത്ത അഡ്രസ്സിലേക്ക് വരും. പക്ഷെ ഇത് അഡ്രസ്സിലേക്ക് എത്തണ്ടേ? അഡ്രസ്സിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇത് കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് കറക്റ്റ് ആവണം. രണ്ടാമത്തെ കാര്യം, ഇത് എവിടേക്ക് കൊടുത്തായിരുന്നു കൂടി നോക്കണം. പലരും നീങ്ങുന്നത് അറിയോ? ചെക്കൗട്ട് ഉണ്ടല്ലോ, ഞാൻ ചെക്കൗട്ട് കൊടുത്തു. അതിന്റെ എന്താ, PUC സാധനം 24 മണിക്കൂറിനുള്ളിൽ എത്തും. അതാണ് കമ്പനിയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന, ഷോപ്പുകാർക്ക് കൊടുത്തിരിക്കുന്ന നിയമം. ഷോപ്പുകാർക്ക് അത് നിങ്ങൾ നിർബന്ധമായിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഡെലിവറി ചെയ്യണമെന്നാണ് ഷോപ്പുകാർക്ക് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഡെലിവറി ചെയ്തില്ലെങ്കിൽ കമ്പനി അപ്പോൾ വിളിക്കും, എന്തുകൊണ്ട് ഡെലിവറി ചെയ്തില്ല വെച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. 24 മണിക്കൂറിനുള്ളിൽ PUC സാധനം കിട്ടും. പക്ഷെ ചെക്കൗട്ട് HO അങ്ങനെയല്ല. ചെക്കൗട്ട് HO ഒരാഴ്ചയിലും എടുക്കും. കാരണം ഹെഡ് ഓഫീസിൽ സാധനം വരണം. സംഭവം നമ്മൾ കൊടുത്ത അഡ്രസ്സിലേക്ക് വരാം, പക്ഷെ ഒരാഴ്ച എടുക്കൂലേ. അപ്പോ പ്രോട്ടീസ് വന്നു, അതിന്റെ എന്താ ഷൂ വരാത്ത? നീ രണ്ടും ഒരുമിച്ചല്ലേ ഓർഡർ ചെയ്തേ. അപ്പൊ ഞാൻ പറയും, ഞാൻ ഇത് നോക്കാണ്ടാണ് ഓർഡർ ചെയ്തെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ, ശരിയാണല്ലോ ഒന്നും വന്നില്ലല്ലോ, നീ ആ ഷോപ്പാനെ വിളിച്ചേ, ആ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന ഷോപ്പാനെ വിളിച്ചേ, നമുക്കൊന്ന് സംസാരിക്കാം, 2 വാക്കുകൾ പറയാം. എന്തിനാ 2 വാക്ക് പറയണേ? ഞാൻ കൊടുത്ത ഓർഡർ തെറ്റാണെങ്കിൽ അവന് 2 വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ലോ. ഹെഡ് ഓഫീസിൽ നിന്ന് സാധനം തന്നെ, ഹെഡ് ഓഫീസിൽ സാധനം വരുമ്പോൾ അതിൻ്റെതായ സമയം എടുക്കൂല, 5-6 ദിവസം സമയം എടുക്കും. പക്ഷെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഹെഡ് ഓഫീസിൽ ഓർഡർ ചെയ്യാം. ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ചെക്കൗട്ട് PUC ഷോപ്പിൽ നിന്ന് വരുന്നതാണ്,
തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് വരുന്നതായിരിക്കും. ചെക്കൗട്ട് എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിൽ നിന്നാണ് വരുന്നത്. അത് ശ്രദ്ധിക്കുക, അത് മാത്രം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇത് രണ്ടിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, നമ്മൾ അഡ്രസ്സൊക്കെ കൊടുക്കാൻ അടുത്ത ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്താണ് അഡ്രസ്സ് അടിക്കാൻ പറയും. അപ്പോൾ നമ്മൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക, പിൻകോഡൊക്കെ വെച്ച് കറക്റ്റായിട്ട് അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. ഫോൺ നമ്പർ നമ്മൾ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ, വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറൊക്കെ വെച്ച് അഡ്രസ്സൊക്കെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചെക്കൗട്ട് കൊടുക്കുമ്പോൾ, ചെക്കൗട്ട് PUC കൊടുക്കുമ്പോൾ, ഏത് പ്രോട്ടീസ് അവന് വേണ്ടി ഞാൻ പ്രോട്ടീസിന് ഫിനിഷ് ചെയ്തു. പ്രോട്ടീസ് ഞാൻ ഓർഡർ കൊടുത്തു. പ്രോട്ടീസിന് ഓർഡർ കൊടുക്കുന്ന സമയത്ത് 2 ഓപ്ഷൻ വരും. ഓൺലൈൻ പേയ്മെന്റ് ആണോ ക്യാഷ് ഓൺ ഡെലിവറി ആണോ? എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാം. അപ്പൊ എന്താ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കണ്ട, അവൻ്റെ കയ്യിൽ സാധനം കിട്ടുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ സാധനം കിട്ടുമ്പോൾ കൂട്ടുകാരൻ കൊടുത്തോളും കാശ്, ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ. ഓക്കെ, അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനും ഓൺലൈൻ പേയ്മെന്റും, ഇങ്ങനെ 2 ഓപ്ഷനാണ് പേയ്മെന്റിന്റെ ഭാഗത്ത് നമുക്ക് എവിടെ ഉള്ളത്, ചെക്കൗട്ട് PUCയിലുള്ളത്. അപ്പൊ അതുവഴി നിങ്ങൾക്ക് അതിലേതെങ്കിലും ഓപ്ഷൻ, ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം നമ്മുടെ കയ്യിലേക്ക് കിട്ടും, നമ്മുടെ കയ്യിലേക്ക് സംഭവം കിട്ടും. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ചെക്കൗട്ട് PUC വഴി പ്രൊഡക്റ്റ് വരുമ്പോൾ 500 രൂപയ്ക്ക് താഴെ ആണ് നിങ്ങൾ ഓർഡർ കൊടുക്കുന്നതെങ്കിൽ 50 രൂപ ഡെലിവറി ചാർജ് കൊടുക്കണം. അപ്പൊ 50 രൂപയ്ക്ക് താഴെ, ഞാനിപ്പോ പ്രോട്ടീസ് മാത്രം ഓർഡർ ഇട്ടേ, അപ്പൊ എന്തുണ്ടാവും, ഡെലിവറി ചാർജ് 50 രൂപ കൊടുക്കണ്ടേ? അപ്പൊ കൂട്ടുകാരൻ ഡെലിവറി ചാർജ് കൊടുത്തില്ലെങ്കിൽ അവൻ വിളിച്ചിട്ട് പറയും, ഹൈ നീ ഫ്രീ ആണ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനും ശരിയാണല്ലോ, അങ്ങനെയാണല്ലോ, അതെന്റെ അറിവ് കുറവുകൊണ്ടാണ് ഞാനും അങ്ങനെയാണല്ലോ എന്ന് പറയാ. പക്ഷെ എന്തുകൊണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് താഴെ ആണെങ്കിൽ എവിടെന്ന് ഏത് ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റ് കൊണ്ടുവരാണെങ്കിലും 50 രൂപ കൊടുക്കണം എന്നത് നിയമമാണ്. ഡെലിവറി ചാർജ് 50 രൂപ കൊടുക്കണം. ഇനി 500 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും ഓർഡർ ഇട്ടോ, 500 രൂപയ്ക്ക് മുകളിൽ എത്ര രൂപ ഓർഡർ ഇട്ടാലും ഡെലിവറി ചാർജ് കൊടുക്കണ്ട, ഫ്രീയാ. 502 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഓർഡർ ഇട്ടാലും ഫ്രീ ആയിട്ട് സാധനം കൊണ്ടുവരും. ഓക്കെ, ഇനിയിപ്പോ 1000, 2000, 3000 എത്ര രൂപയുടെ ഓർഡർ ഇട്ടാലും ഒക്കെ ഫ്രീ ആയിട്ട് സാധനം വരും. അപ്പോ ചെക്കൗട്ട് PUCയിൽ 500 രൂപയ്ക്ക് മുകളിൽ ഉണ്ടായാലാണ് ഫ്രീ ഡെലിവറി ഉള്ളത്, അല്ലെങ്കിൽ അതിന് ചാർജ് കൊടുക്കേണ്ടി വരും. ആ കാര്യം ശ്രദ്ധിക്കാം. ചെക്കൗട്ട് എച്ചോ, ഞാൻ ഇപ്പൊ അവന് ഷൂ വേണമല്ലോ അല്ലേ, ഷൂ എന്തായാലും വേണം. അപ്പൊ ഷൂവിന് ഞാൻ എന്ത് ചെയ്തു, ഹെഡ് ഓഫീസിലേക്ക് ഓർഡർ കൊടുത്തു. അപ്പൊ ഷൂവിന്റെ ഓർഡർ കൊടുത്തപ്പോൾ ഷൂവിന് റേറ്റ് എത്ര വരണേ, നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസ് MRP, നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 834. 1000 രൂപയ്ക്ക് താഴെ വരണുള്ളൂ അല്ലെ. 1000 രൂപയ്ക്ക് താഴെ വരണോണ്ട് ഞാൻ 75 രൂപ ഡെലിവറി ചാർജ് കൊടുക്കണം. നേരെ സംബന്ധിച്ച് ഞാൻ ഒരു 1200 രൂപയുടെ ഹെഡ് ഓഫീസിലേക്ക് 1200 രൂപ ഓർഡർ കൊടുത്താൽ, ഒരു 1000 രൂപയ്ക്ക് മുകളിൽ ഓർഡർ കൊടുത്താൽ എനിക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് എവിടുന്ന്, രാജസ്ഥാനിൽ നിന്ന് ഫ്രീ ആയിട്ട് വരും പ്രൊഡക്റ്റ്. ആലോചിച്ച് നോക്ക്, കമ്പനി എന്തൊരു എത്ര രസകരമായ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഹെഡ് ഓഫീസിലേക്ക് ഓർഡർ കൊടുക്കുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല, ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻ തന്നെ ഉള്ളൂ. ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവിടെ കിട്ടില്ല, നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് തന്നെ അടയ്ക്കണം. അത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേ ഉപയോഗിച്ചോ ഒക്കെ നിങ്ങൾക്ക് ഡെലിവറി പേയ്മെന്റ് അടയ്ക്കാവുന്നതാണ്. ഇപ്പൊ ഓൺലൈൻ പേയ്മെന്റ് നമുക്ക് ഹെഡ് ഓഫീസിലേക്ക്, ഇപ്പൊ ഡ്രസ്സൊക്കെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ സൈറ്റിൽ കാണും. ഇത് വാങ്ങിക്കാൻ ഇപ്പോ ആലോ വണ്ടർവേൾഡ് വരെ, ആലോ വണ്ടർവേൾഡിൽ വന്നിട്ടുണ്ടാവോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അവിടെ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണ്ട, വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. ഇനി അവിടെ വന്നിട്ടില്ല പക്ഷെ സൈറ്റിൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടാൻ എന്ത് ചെയ്യാ, ഓർഡർ കൊടുക്ക്. ഹെഡ് ഓഫീസിൽ നിന്ന് നിങ്ങൾ ആ കൊടുത്ത അഡ്രസ്സിലേക്ക് സാധനം വരും. 1000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടായാൽ ഫ്രീ ആയിട്ട് സാധനം നിങ്ങൾ കൊടുത്ത അഡ്രസ്സിൽ വരും. അപ്പോ കമ്പനി ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ തന്നിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാ, അല്ലാണ്ട് ആമസോണും ഫ്ലിപ്കാർട്ടിനും മാത്രം പ്രോത്സാഹിപ്പിച്ചാൽ പോരാ. ആമസോണിനും ഫ്ലിപ്കാർട്ടിനും പ്രോത്സാഹിപ്പിച്ചാൽ നമുക്ക് പ്രൊഡക്റ്റ് മാത്രമേ കിട്ടുള്ളൂ, ഒരു കമ്മീഷനും ഇല്ല, ഒന്നുമില്ല. നമ്മൾ നമ്മുടെ ഓൺലൈൻ ഡെലിവറിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ എത്രയോ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പ്രൊഡക്റ്റ് എത്തിക്കാം, എത്രയോ PV ജനറേറ്റ് ചെയ്യാം അല്ലേ. അത് നിങ്ങളുടെ ഭാവിയിൽ എത്രത്തോളം ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കാലഘട്ടം ഓൺലൈൻ ഡെലിവറിയുടെ ഒക്കെ കാലഘട്ടമാണ്, ഓൺലൈൻ പർച്ചേസിന്റെ കാലഘട്ടമാണ്. മാറി ചിന്തിക്കൂ, മാറി ചിന്തിക്കാൻ കാലമായി. അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ എവിടെ നിന്നൊക്കെ തുടങ്ങി, നമ്മുടെ യാത്ര നമ്മൾ ചെറിയ ചെറിയ ഓപ്ഷൻസ് തുടങ്ങി ലാസ്റ്റ് ഇന്നത്തെ കാലഘട്ടമായ ഓൺലൈൻ ഡെലിവറി സിസ്റ്റത്തിലേക്ക് വരെ നമ്മൾ എത്തി. കമ്പനി എത്രത്തോളം വളർന്നു, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ അത്ര മനസ്സിലാക്കേണ്ട കാര്യമല്ല, പക്ഷെ എന്നിരുന്നാലും അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ്. കാരണം വൈറ്റൽ അച്ചീവേഴ്സിന് ഈ യെല്ലോ ലൈന് ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന ഓപ്ഷൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ, റോയൽറ്റി അച്ചീവേഴ്സിന് യെല്ലോ ലൈന് റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഓപ്ഷൻസ് എല്ലാം കാണും. അത് ഓപ്ഷൻസ് കൂടുതലാണ്. റോയൽറ്റി എൻ്റർപ്രൈസേഴ്സിന്
ഓപ്ഷൻസ് സൈറ്റിൽ കാണിക്കുന്ന ആപ്പിൽ കാണിക്കുന്ന ഓപ്ഷൻസ് കൂടുതലാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് KYC ടീമിൽ ആർക്കെങ്കിലും KYC റെഡി ആയില്ല, എന്തുകൊണ്ട് KYC റെഡി ആയില്ല എന്നതിനെ കുറിച്ചൊക്കെ നോക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഡൗൺലൈൻ KYC സ്റ്റാറ്റസ്. ഇത് റോയൽറ്റി അച്ചീവേഴ്സ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്ത് നോക്കണം. അല്ലാണ്ട് എൻ്റെ ടീമിൻ്റെ ആളുടെ KYC റെഡി ആയില്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ ടെക്നീഷ്യനെയും മൂർത്തി സാറിനെയും വിളിച്ച് ശല്യം ചെയ്യല്ല വേണ്ടേ. ഡൗൺലൈൻ KYC സ്റ്റാറ്റസിൽ പോയി നോക്കൂ. എന്നിട്ട് നോക്കിയിട്ട് ആദ്യം കണ്ടുപിടിക്കൂ. എന്നിട്ട് ലീഡേഴ്സിൻ്റെ അടുത്ത് പറയൂ. ലീഡേഴ്സിന് അപ്പം സന്തോഷമാവും. എൻ്റെ ടീമിലെ ആൾക്കാരൊക്കെ നോക്കി തുടങ്ങിയില്ലേ ഇന്നും സന്തോഷം വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നോക്കാനുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ബാക്കിയെല്ലാം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കമ്പനി ഭാഗത്തു നിന്ന് തരുന്ന ഓപ്ഷൻസുകൾ. ഈ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ രീതിയിലും കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പല കാര്യങ്ങളും നമുക്ക് കൃത്യമായി യൂസ് ചെയ്താൽ അത് ബിസിനസ്സിലും നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കും. ഭാവിയിൽ നിങ്ങളുടെ ഓൺലൈൻ പർച്ചേസിനാണെങ്കിലും ഹോം ഡെലിവറി സിസ്റ്റത്തിലാണെങ്കിലും ഒക്കെ അത് സഹായിക്കാം. എങ്ങനെയൊക്കെ സഹായിക്കുന്നതാണ് ഞാൻ പറഞ്ഞു തന്നെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് സത്യത്തിൽ പല ആളുകളും ഇത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടാവില്ല. പലർക്കും പേടിയാണ്. കാരണം എന്താ, പലർക്കും പേടി എന്ന് പറഞ്ഞാൽ ഈ സാധനം വല്ലതും ചെയ്യോ കടിക്കോ എന്നൊക്കെയാണ് പേടി. ഇന്നേ വരെ മൊബൈൽ ആരും പിടിച്ച് കടിച്ചിട്ടില്ല എന്താ അറിയില്ലേ. നിങ്ങളാണ് പോയി നോക്കുന്നേ, പിന്നെ വരണതല്ല, അത് നമുക്ക് പിന്നെ ഒന്ന് നോക്കാന്നേ. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വേണ്ട രീതിയിൽ ഡെലിവറി സെന്ററുകൾ കണ്ടുപിടിക്കാനും എല്ലാവരും നമ്മൾ ആ ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിക്കും. പരമാവധി നമ്മൾ ആ ഓപ്ഷൻസുകളൊക്കെ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ആ ഓപ്ഷൻസ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ ലീഡേഴ്സിന് സഹായമായിരിക്കും. ലീഡേഴ്സിനെ ശല്യം ചെയ്യും. ടെക്നിക്കൽ അച്ചീവേഴ്സിനെയും ഒക്കെ ശല്യം ചെയ്ത് അല്ലെ, നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണ്ടേ. നമ്മൾ ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണേഴ്സാ. അപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണ്ടേ ഈ ബിസിനസ്സില്. ലീസ്റ്റ് ഡിപ്പെൻഡന്റും മോർ ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. നമ്മള് നമ്മുടെ ലീഡേഴ്സിനെ കുറച്ച് ഡിപ്പെൻഡ് ചെയ്യണം, കുറെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാൻ നോക്കണം. അപ്പോഴാണ് നമ്മുടെ ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് വളരുള്ളൂ അല്ലേ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ആപ്പുകൾ, ഈ ആപ്പുകളൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. ഇനി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കുറെ കാര്യങ്ങൾ ഇതുപോലെ തന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം, അല്ലെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ച, അല്ലെങ്കിൽ എൻ്റെ പിന്നിൽ കാണുന്ന ഈ പ്രോഗ്രാമിന് വന്ന, ഇപ്പൊ ഈ വരുന്ന 18-ാം തീയതി ഉണ്ട് ഈ പ്രോഗ്രാം, റേസ് ലൈക്ക് ഫിനിക്സ് ഉണ്ട്. അവിടെ വെബ്സൈറ്റിനെ കുറിച്ച് കിട്ടില്ല. അവിടെ നിങ്ങൾക്ക് ന്യൂറോ മാർക്കറ്റിങ്ങും നമ്മള് എന്താ പറയാ, നമുക്ക് കുറെ ലോണുകളുണ്ട്. ഈ ലോണുകളുള്ള സമയത്ത് എങ്ങനെ ബിസിനസ് ചെയ്യും, ഈ ലോണുകൾ എങ്ങനെ നമുക്ക് ലോണുകളെ മാനേജ് ചെയ്തുകൊണ്ട് ബിസിനസ് എങ്ങനെ വളർത്തും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഇപ്രാവശ്യത്തെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് ഒരുപാട് പേര് ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കും ഇനിയും ബുക്കിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ നല്ല രീതിയിൽ എല്ലാം കേട്ടിരുന്നു. തുടക്കം തൊട്ടേ എല്ലാവരും കൃത്യമായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും പുതിയ അറിവായിരിക്കും. അത് നിങ്ങളുടെ ടീമിലേക്ക് പകർന്നു കൊടുക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ടീമിന് മുമ്പിൽ നിങ്ങൾ സ്റ്റാർ ആവും. എന്നും ഞാൻ തന്നെ പകർന്നു കൊടുത്താൽ ഞാനാ സ്റ്റാർ ആവാം. പക്ഷെ ഇപ്പൊ ഈ കേട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ടീമിന് പകർന്നു കൊടുക്കുമ്പോൾ നിങ്ങളാണ് ടീമിന്റെ മുമ്പിൽ സ്റ്റാർ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ടീമിന്റെ മുമ്പിൽ സ്റ്റാർ ആവാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്നെ എനിക്ക് അവസരം ഒരുക്കി തന്ന എൻ്റെ എല്ലാ ലീഡേഴ്സിനും, ഡോക്ടർ രാജൻ സാർ, സാർ, അൻഡോ സാർ, ഷൈനി മാഡം, അർജുൻ സാറ്, ബീനു സാറ്, അങ്ങനെ എല്ലാ ലീഡേഴ്സും നന്ദി പറയുന്നു. താങ്ക് യു എല്ലാവർക്കും. വിജയാശം